ഹലോ ഗൈസ്, വെൽക്കം ടു ദി ക്ലാസ്. സോ നമ്മളിന്ന് പഠിക്കുന്നത് ബ്രയോഫൈറ്റ്സ് ആണ്, പാർട്ട് 3 വീഡിയോ. ഓക്കെ, സോ നമുക്ക് ബ്രയോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ആഹ്, അറിയാം അല്ലേ? എന്താണ് നമുക്ക് അറിയുന്നത്? ആൽഗിയനേക്കാളും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയ ആൾക്കാരാണ് ആര്? ബ്രയോഫൈറ്റ്. ഓക്കെ, ബ്രയോഫൈറ്റിൽ ആരൊക്കെ ഉണ്ട്? ലിയോവേർഡ്സ് ഉണ്ട്, മോസസ് ഉണ്ട്. അതിൽ ലിയോവേർഡ്സിനേക്കാളും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ് മോസസ്. ഇനി ബ്രയോഫൈറ്റ്സിനേക്കാളും അഡ്വാൻസ്ഡ് ആണ് ആര്? ടെറഡോഫൈറ്റ്. ടെറഡോഫൈറ്റിനേക്കാൾ അഡ്വാൻസ്ഡ് ആരാണ്? ജിംനോസ്പേം. അതിനേക്കാളും അഡ്വാൻസ്ഡ് ആണ് ആൻജിയോസ്പേംസ്. സോ നമുക്കെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ ബ്രയോഫൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്തറിയാം? അതിൽ മോസസ് ഉണ്ട്, അതേപോലെ തന്നെ ആരുമുണ്ട്? ലിയോവേർഡ്സ് ഉണ്ട്. ബ്രയോഫൈറ്റ്സ് ഇൻക്ലൂഡ് മോസസ് ആൻഡ് ലിയോവേർഡ്. അതേപോലെ തന്നെ ഇവർ കാണപ്പെടുന്നത് മോയിസ്റ്റ് ഷെയ്ഡി ഏരിയാസ്, അതായത് നനവുള്ള ഈർപ്പുള്ള സ്ഥലത്താണ് നമുക്ക് ബ്രയോഫൈറ്റ്സിനെ കാണപ്പെടുന്നത്. ഓക്കെ, സോ ഈ ബ്രയോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ആംഫീബിയൻസ് ഓഫ് ദി പ്ലാന്റ് കിൻഡം. നമ്മുടെ പ്ലാന്റ് കിൻഡത്തിലെ ആംഫീബിയൻസ് ആണ് ആര്? ബ്രയോഫൈറ്റ്സ്. സോ അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഇവർക്ക് റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? ഇവർക്ക് വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. സോ അതുകൊണ്ടാണ് ഇവർ ആംഫീബിയൻസ് ഓഫ് ദി പ്ലാന്റ് കിൻഡം എന്ന് പറയുന്നത്. ഓക്കെ, സോ ബിക്കോസ് പ്ലാന്റ്സ് ക്യാൻ ലിവ് ഇൻ സോയിൽ. പ്ലാന്റ്സ് മണ്ണിൽ ജീവിക്കുന്നു, പക്ഷേ ഡിപ്പെൻഡ് ഓൺ വാട്ടർ ഫോർ സെക്ഷൽ റീപ്രൊഡക്ഷൻ. നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ, അതായത് അവർക്ക് ബ്രയോഫൈറ്റ്സിന് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ആര് വേണം? വാട്ടർ വേണം. സോ അതിനെ കൊണ്ടാണ് ഒരു ആംഫീബിയൻസ് ഓഫ് ദി പ്ലാന്റ് കിൻഡം, അതായത് കരയിൽ ജീവിക്കുന്നുണ്ട്, റീപ്രൊഡക്ഷന് വേണ്ടി വാട്ടർ യൂസും ചെയ്യുന്നുണ്ട്. ഓക്കെ, ദേ യൂഷ്വലി ഒക്കർ ഇൻ ഡാം, ഹ്യൂമിഡ് ആൻഡ് ഷെയ്ഡഡ് ലൊക്കാലിറ്റീസ്. അധികം വെളിച്ചം കിട്ടാത്ത നനവുള്ള ഈർപ്പുള്ള സ്ഥലത്താണ് നമുക്ക് ആരെ കാണാൻ കഴിയുക? നമുക്ക് ബ്രയോഫൈറ്റ്സിനെ കാണാൻ കഴിയും. ഇവർ പ്ലാന്റ് സക്സഷനിൽ ഇമ്പോർട്ടൻ്റ് റോള് വഹിക്കുന്നുണ്ട്. അതായത് നമ്മുടെ റോക്ക് പൊടിച്ച് മണ്ണാക്കി മാറ്റുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു പ്ലേ നടത്തുന്ന ആരാണ്? ബ്രയോഫൈറ്റ്സ് ആണ്. ബ്രയോഫൈറ്റ്സിന് കൂടെ നമ്മുടെ ലൈക്കനും കൂടെ ചേർന്നിട്ടാണ് അത് റോക്കിൽ നിന്ന് സോയിലാക്കി മാറ്റുന്നത്. ഓക്കെ, അതേപോലെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർ കുറച്ച് ഡിഫറൻഷിയേറ്റഡ് അവരുടെ പ്ലാന്റ് ബോഡി നോക്കുകയാണ് ബ്രയോഫൈറ്റ്സിന്. ഒരു ടാലസ് ലൈക്ക. ഓക്കെ, ഒന്നെങ്കിൽ പ്രോസ്ട്രേറ്റ് ആവാം, അല്ലെങ്കിൽ ഇറക്റ്റ് ആവാം. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ മണ്ണിനോട്, സോയിലിനോട് അറ്റാച്ച് ചെയ്യുന്നത് യൂണിസെല്ലുലാർ അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ റൈസോയിഡ്സ് ആണ്. അപ്പം എന്താ പറയുക? ടാലസ് ലൈക്ക് പ്രോസ്ട്രേറ്റ് ഇറക്റ്റ് അറ്റാച്ച്ഡ് ഈ സബ്സ്ട്രാറ്റം ബൈ യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ റൈസോയിഡ്സ്. അപ്പോൾ നമ്മുടെ സബ്സ്ട്രാറ്റ് എന്ന് പറഞ്ഞാൽ സോയിലിനോട് പറ്റി നിൽക്കുന്ന ഒരു ഭാഗം. ഓക്കെ, അപ്പം ആ സോയിലിനോട് പറ്റി നമ്മുടെ പ്ലാന്റ് ബോഡീനെ പറ്റിച്ച് നിർത്തുന്നത് റൈസോയിഡ്സ് വഴി. ഓക്കെ, റൈസോയിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂട്ട് ലൈക്ക് സ്ട്രക്ചർ. ട്രൂ റൂട്ട് അല്ല, റൂട്ട് ലൈക്ക് സ്ട്രക്ചർ ആണ് ആര്? നമ്മുടെ റൈസോയിഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, റൈസോയിഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ലൈക്ക് സ്ട്രക്ചർ. ഓക്കെ, സോ ഈ ഒന്നെങ്കിൽ യൂണിസെല്ലുലർ ആവാം, അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ റൈസോയിഡ്സ് വഴിയാണ് നമ്മുടെ സോയിലിനോട് അറ്റാച്ച് ചെയ്ത് നിർത്തുന്നത്. ഓക്കെ, ഇവർക്ക് എന്തില്ല? ട്രൂ റൂട്ട് ഇല്ല, ട്രൂ സ്റ്റെം ഇല്ല, അതേപോലെ ട്രൂ ലീഫും ഇല്ല. ഇവർക്ക് എന്താ ഉള്ളത്? റൂട്ട് ലൈക്ക്, ലീഫ് ലൈക്ക്, സ്റ്റെം ലൈക്ക് സ്ട്രക്ചേഴ്സ് മാത്രമേ ഉള്ളൂ. ഇവരെ മെയിൻ പ്ലാന്റ് ബോഡി നോക്കുകയാണെങ്കിൽ അതെന്താണ്? ഹാപ്ലോയിഡ് സ്ട്രക്ചർ. നമ്മുടെ ബ്രയോഫൈറ്റിന് മെയിൻ പ്ലാന്റ് ബോഡി പറഞ്ഞാൽ അത് ഹാപ്ലോയിഡ് സ്ട്രക്ചർ ആണ്. അത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഗാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യും. സോ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവരെ മെയിൻ പ്ലാന്റ് ബോഡി എന്താണ്? ഹാപ്ലോയിഡ് ആണ്. അവർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഗാമീറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാമറ്റോഫൈറ്റ്. ഇവരെ മെയിൻ പ്ലാന്റ് ബോഡി ഗാമറ്റോഫൈറ്റ് ആണ്. അവർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഗാമീറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് മോർ ഓവർ ദേ ആർ ഹാപ്ലോയിഡ്. ഓക്കെ, സോ ഒരു സാധനം പറഞ്ഞുതരാം, എഴുതി വെച്ചു. അപ്പം എന്താണ് ഗാമറ്റോഫൈറ്റ്? ഗാമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ any plant or structure that produce gametes. ഓക്കെ, അല്ലെങ്കിൽ ഒരു പ്ലാന്റോ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറോ ഗാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് എന്ത്? ഗാമറ്റോഫൈറ്റ്. ഓക്കെ, അതേപോലെ തന്നെ വേറൊരു ടേമും ഉണ്ട്, സ്പോറോഫൈറ്റ്. any plant or structure that produce spores are called sporophyte. ഓക്കെ, സോ ഗാമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ എനി പ്ലാന്റ് ഓർ സ്ട്രക്ചർ ദാറ്റ് പ്രൊഡ്യൂസ് ഗാമീറ്റ്സ്. സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞാൽ എനി പ്ലാന്റ് ഓർ സ്ട്രക്ചർ ദാറ്റ് പ്രൊഡ്യൂസ് സ്പോർസ്. ഓക്കെ, സോ നമ്മളിവിടുത്തെ ബ്രയോഫൈറ്റിന്റെ മെയിൻ പ്ലാന്റ് ബോഡി എന്താ? ഗാമറ്റോഫൈറ്റ് ആണ്. അവരെന്താണ്? അവര് ഹാപ്ലോയിഡ് ആണ് ആൻഡ് ദേ പ്രൊഡ്യൂസ് ഗാമീറ്റ്സ്. ഓക്കെ, സെക്സ് ഓർഗൻസ് ഇൻ ബ്രയോഫൈറ്റ്സ് ആർ മൾട്ടി സെല്ലുലാർ. നമ്മുടെ ബ്രയോഫൈറ്റിന്റെ സെക്സ് ഓർഗൻസ് എന്താ? മൾട്ടി സെല്ലുലാർ ആണ്. നമ്മുടെ മെയിൽ സെക്സ് ഓർഗൻ ആണ് ആന്ത്രീഡിയം. അതേപോലെ അവർക്ക് എന്തുണ്ട്? ബൈ ഫ്ലജല്ല. അവർ ഫ്ലജല്ല യൂസ് ചെയ്തിട്ടാണ് അവർ മൂവ് ചെയ്യുന്നത്. ഓക്കെ, രണ്ട്
ഫ്ലജല്ല ഉണ്ട്, അതേപോലെ ആന്ത്രോസോയിഡ്സ്, ബൈഫ്ലജല്ലേറ്റ് ആന്ത്രോസോയിഡ്സ്. ഓക്കെ, സോ ഫീമെയിൽ സെക്സ് ഓർഗൻ ആണ് എന്ത്, ആർക്കിഗോണി. ഓക്കെ, ആൻഡ് അതൊരു ഫ്ലാസ്ക് ഷേപ്ഡ് ആണ്, അതായത് ഫ്ലാസ്ക് ഷേപ്ഡ് ആയാണ് ഫീമെയിൽ സെക്സ് ഓർഗൻ. അതിന്റെ പേരെന്താ, ആർക്കിഗോണി. ഓക്കെ, സോ അവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സിംഗിൾ എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഈ ആന്ത്രോസോയിഡ് എവിടേക്ക് റിലീസ് ചെയ്യും, അത് എവിടേക്ക്, വാട്ടറിലേക്കാണ് റിലീസ് ചെയ്യുന്നത്. ആ വാട്ടറിലേക്ക് റിലീസ് ചെയ്തിട്ട് അവർ ആർക്കിഗോണിത്തായിട്ട് കോൺടാക്ട് വരും. എങ്ങനെയാണ് ഈ ആന്ത്രോസോയിഡ്സ് മൂവ് ചെയ്യുന്നത്, അവർക്ക് എന്തുണ്ട്, ഫ്ലജല്ല ഉണ്ട്. ഓക്കെ, ബൈ ഫ്ലജല്ല, 2 ഫ്ലജല്ല ഉണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് അവർ വാട്ടറിൽ സ്വിം ചെയ്തിട്ട് നമ്മുടെ ഫീമെയിലിന്റെ എഗ്ഗിനടുത്തേക്ക് വരുന്നത്. അങ്ങനെയാണ് അവർ എന്ത് ഫോം ചെയ്യുന്നത്, ഫ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ആ സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് അവർ ഉടനെ തന്നെ റിഡക്ഷൻ ഡിവിഷന് പോകത്തില്ല, അവർ വേറൊരു മൾട്ടിസെലർ ബോഡി സ്ട്രക്ചറിലേക്ക് പോകുന്നുണ്ട്. അതിന്റെ പേരാണ് എന്ത്, സ്പോറോഫൈറ്റ്. സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എനി പ്ലാന്റ് ഓർ സ്ട്രക്ചർ ദാറ്റ് പ്രൊഡ്യൂസ് സ്പോർസ് ആർ കോൾഡ് സ്പോറോഫൈറ്റ്. ഓക്കെ, സോ ഈ സ്പോറോഫൈറ്റ് എന്താ, ഒരു ഫ്രീ ലിവിങ് അല്ല. അവരെന്തിനാണ് അറ്റാച്ച്ഡ് ഫോട്ടോസ്, അവർ നമ്മുടെ ഗാമറ്റോഫൈറ്റ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാണ്. നമ്മുടെ സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാമറ്റോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളാണ്. ഓക്കെ, സോ ഇത് നോക്കി നോക്ക്, ഇതാണ് നമ്മുടെ ഗാമറ്റോഫൈറ്റ്, ഇതാണ് സ്പോറോഫൈറ്റ്. ഇത് സ്പോറോഫൈറ്റ്, ഗാമറ്റോഫൈറ്റ്. ഈ ഗാമറ്റോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആര് ജീവിക്കുന്നത്, സ്പോറോഫൈറ്റ് ജീവിക്കുന്നത്. നമ്മൾ ഈ ഗാമറ്റോഫൈറ്റ് മാത്രം മുറിച്ചിട്ട് മണ്ണ് കുഴിച്ചിട്ടാൽ എന്ത് വളരും, പ്ലാന്റ് ബോഡി വളരും. പക്ഷേ സ്പോറോഫൈറ്റ് മുറിച്ചിട്ട് കുഴിച്ചിട്ട് എന്താ വളരത്തില്ല, ഒരു പുതിയ പ്ലാന്റ് ആവത്തില്ല. ഓക്കെ, സ്പോറോഫൈറ്റ് ഈസ് നോട്ട് ഫ്രീ ലിവിങ്. അവരെന്തിനോട് അറ്റാച്ച് ചെയ്ത്, ഫോട്ടോസിന്തറ്റിക് ആയ ഗാമറ്റോഫൈറ്റിന് അറ്റാച്ച്ഡ് ആണ്. അതേപോലെ തന്നെ ഡിറൈവ്സ് നറിഷ്മെന്റ് ഫ്രം ഇറ്റ്, അതായത് നമ്മുടെ സ്പോറോഫൈറ്റിന് വേണ്ട നറിഷ്മെന്റ്സ് ഒക്കെ ഗാമറ്റോഫൈറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സം സെൽസ് ഓഫ് ദി സ്പോറോഫൈറ്റ് അണ്ടർഗോ റിഡക്ഷൻ ഡിവിഷൻ. അങ്ങനെ ഈ നമ്മുടെ സ്പോറോഫൈറ്റിലെ ചില സെൽസ് എന്താ, റിഡക്ഷൻ ഡിവിഷന്, അതായത് റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മിയോസിസിന് വിധേയമാവും. അങ്ങനെ അവർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഈ സ്പോർ ജെർമിനേറ്റ് ചെയ്തിട്ട് ഗാമറ്റോഫൈറ്റ് ഉണ്ടാവും. ഈ സ്പോർ ജെർമിനേറ്റ് ചെയ്തിട്ട് ഗാമറ്റോഫൈറ്റ് ഉണ്ടാവും. ഓക്കെ, സോ നമുക്കൊന്ന് നോക്കിയാലോ. പ്രയോഫൈറ്റ്സ് 2 ക്ലാസ് ആൾക്കാർ വരുന്നുണ്ട്, മോസസും വരുന്നുണ്ട്, ലിയോവേർഡ്സും വരുന്നുണ്ട്. അവരെവിടെ കാണപ്പെടുന്ന, തണുപ്പുള്ള അല്ലെങ്കിൽ ഈർപ്പമുള്ള, നനവുള്ള, അധികം ലൈറ്റ് ഒന്നും കിട്ടാത്ത ഏരിയസിലാണ് ഇവരെ കാണപ്പെടുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇവരെന്താണ്, ആംഫീബിയൻസ്, പ്ലാന്റ് കിൻഡത്തിലെ ആംഫീബിയൻസ് ആണ്. കാരണം ഇവർ ജീവിക്കുന്നത് സോയിലും, അതേപോലെ തന്നെ ഇവർക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇവർക്ക് എന്ത് വേണം, വാട്ടർ ആവശ്യമാണ്. ഓക്കെ, ഇവർ കാണപ്പെടുന്ന ലൊക്കേഷൻ എന്തൊക്കെയാ, ഡാംബായ ഹ്യൂമിഡ് ഷിരൽ ലൊക്കാലിറ്റീസ്, അതായത് നനവുള്ള, ഈർപ്പമുള്ള, അധികം വെളിച്ചം കിട്ടാത്ത ലൊക്കാലിറ്റീസ് ആണ് ഇവരെ കാണപ്പെടുന്നത്. അതേപോലെ തന്നെ നമ്മുടെ റോക്സിൽ നിന്ന് സോയിൽ ആക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു റോളും ആര് വഹിക്കുന്നുണ്ട്, ബ്രയോഫൈറ്റ്സ് വഹിക്കുന്നുണ്ട്. നമ്മുടെ ബ്രയോഫൈറ്റിന്റെ ബോഡി നോക്കുകയാണെങ്കിൽ ഒരു ടാലസ് ലൈക്കാണ് അല്ലേ. അതേപോലെ ഇവർ സോയിലിനോട് അറ്റാച്ച് ചെയ്യുന്നത് റൈസോയിഡ്സ് വഴി. റൈസോയിഡ്സ് എന്ന റൂട്ട് ലൈക്ക് സ്ട്രക്ചറാണ്. ആ റൈസോയിഡ്സ് ഒന്നെങ്കിൽ യൂണിസെല്ലുലർ ആവാം, അല്ലെങ്കിൽ മൾട്ടി സെല്ലുലർ ആവാം. ഇവർക്ക് എന്തില്ല, ഇവർക്ക് ട്രൂ റൂട്ട് ഇല്ല, ട്രൂ സ്റ്റെം ഇല്ല, ട്രൂ ലീഫ് ഇല്ല. അവർക്ക് എന്ത് മാത്രമേ ഉള്ളൂ, റൂട്ട് ലൈക്ക് സ്ട്രക്ചർ, ലീഫ് ലൈക്ക് സ്ട്രക്ചർ, സ്റ്റെം ലൈക്ക് സ്ട്രക്ചർ മാത്രമേ അവർക്കുള്ളൂ. അതിന് മെയിൻ പ്ലാന്റ് ബോഡി എന്താ, ഗാമറ്റോഫൈറ്റ് ആണ്. ആ ഗാമറ്റോഫൈറ്റ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഗാമീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യും, ആൻഡ് ദേ ആർ ഹാപ്ലോയിഡ്. ഓക്കെ, അതേപോലെ മെയിൽ സെക്സ് ഓർഗൻ എന്താണ്, ആന്ത്രീഡിയം. അവർക്ക് എന്തുണ്ട്, അവർക്ക് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ബൈഫ്ലജല്ലേറ്റ് ആയുള്ള ആന്ത്രോസോയിഡ്സ്. ഓക്കെ, ഈ ആന്ത്രോസോയിഡ്സ് വാട്ടറിലൂടെ സ്വിം ചെയ്തിട്ടാണ് നമ്മുടെ എഗ്, അതായത് ആർക്കിഗോണിയാണ് ഫീമെയിൽ സെക്സ് ഓർഗൻ. അത് ഫ്ലാസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. ഓക്കെ, അവരാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ മെയിൽ ഗാമേറ്റ് വെള്ളത്തിലൂടെ സ്വിം ചെയ്തിട്ട് നമ്മുടെ എവിടേക്ക് എത്തുന്നത്, ഫീമെയിൽ ഗാമേറ്റിന്റെ അടുത്തേക്ക് എത്തിയിട്ട് ഫ്യൂസ് ചെയ്യുന്നു, എന്നിട്ട് സൈഗോട്ട് ഫോം ചെയ്യുന്നു. ആ സൈഗോട്ട് ഉടനെ തന്നെ മിയോസിസിന് വിധേയമാകും. മിയോസിസ് എന്ന് പറഞ്ഞാൽ എന്താ, റിഡക്ഷൻ ഡിവിഷൻ, അതിന് വിധേയമാവത്തില്ല. അവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യും, മൾട്ടി സെല്ലുലാർ ബോഡി. അതിനാണ് നമ്മൾ സ്പോറോഫൈറ്റ്. ആ സ്പോറോഫൈറ്റിന് ചില സെൽസ് എന്താണ്, അത് മിയോസിസിന് വിധേയമായിട്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ ഈ സ്പോറോഫൈറ്റ് എന്തല്ല, സ്പോറോഫൈറ്റ് ഒരു ഫ്രീ ലിവിങ് അല്ല. അവർ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഗാമറ്റോഫൈറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഗാമറ്റോഫൈറ്റ് ആണ് നമ്മുടെ സ്പോറോഫൈറ്റിന് വേണ്ടി നറിഷ്മെന്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ബ്രയോഫൈറ്റ്സ് നോക്കാം. ഓക്കെ, എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ബ്രയോഫൈറ്റ്സ്. സോ എന്തൊക്കെയാണ് ബ്രയോഫൈറ്റ്സ് നമുക്ക് ഹ്യൂമൻസ് ഉണ്ടാകുന്ന ഉപയോഗങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് ജനറൽ ആയിട്ട് ഉപയോഗങ്ങളുണ്ട്. ഓക്കെ, ഇപ്പം ചില ഹെർബീഷ്യസ് ആയ മാമൽസ്, ബേർഡ്സ്, അതർ ആനിമൽസ് ഒക്കെ മോസസിനെ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഈ തണുപ്പുള്ള പ്രദേശങ്ങളിലൊക്കെ, ഈ മലേൻ്റെ ഇടയിൽ, ചരിവിലൊക്കെ എന്തുണ്ടാവും, ഒരുപാട് സ്പീഷീസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ആനിമൽസ് ഒക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ മോസസിനെ ഫുഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഈ സ്വാഗ്രം എന്ന് പറഞ്ഞ സ്പീഷീസ് ഉണ്ടാവും, അതിങ്ങനെ ഡ്രൈ ആയി അതിൻ്റെ ഡെപ്പോസിറ്റ്സ് വന്നിട്ട്
ഒരു പീറ്റ് ഫോമിങ്. ആ പീറ്റ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? ഫ്യുവലായിട്ട് യൂസ് ചെയ്യുന്നത്, കത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവരെ നമ്മൾ ട്രാൻസ്ഷിപ്മെന്റ്, ഒരു പാക്കിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് വാട്ടർ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇപ്പൊ നമുക്കൊരു ചെടി നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമുക്ക് ഈ സ്പാഗ്നത്തിനകത്ത് പൊതിഞ്ഞിട്ട് ആ ചെടി കൊടുത്തയക്കുക. കാരണം എന്താ വെച്ചാൽ ഈ സ്പാഗ്നത്തിന് വാട്ടർ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളതിനെ കൊണ്ട് തന്നെ ഈ ചെടി എന്താവത്തില്ല, അവിടെ എത്തുമ്പോഴേക്ക് ചീത്തയായി പോകത്തില്ല. ഓക്കെ, സോ ഇവർക്ക് നന്നായിട്ട് വാട്ടർ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ മോസസും അതേപോലെ ലൈക്കനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഈ റോക്സിനെ കോളനൈസ് ചെയ്യും. അതായത് ഈ റോക്സിന് മുകളിൽ ആദ്യം വന്നിട്ട് ഇവർ എന്ത് ചെയ്യും? ചില കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് റോക്സിനെ കോളനൈസ് ചെയ്തിട്ട് സോയിലാക്കി മാറ്റും. അങ്ങനെ ഈ സോയിലാക്കി മാറ്റി കഴിഞ്ഞാൽ അടുത്ത ജനറേഷൻ, അതായത് വരുന്ന നെക്സ്റ്റ് ജനറേഷൻ വലിയ വലിയ ഹയർ പ്ലാന്റ്സിനും കാര്യങ്ങളൊക്കെ അവിടെ വളരാനുള്ളൊരു സ്യൂട്ടബിൾ അറ്റ്മോസ്ഫിയറും സബ്സ്ട്രേറ്റും കാര്യങ്ങളൊക്കെ ഇവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടാവും. ആര്? മോസസും ലൈക്കനും കൂടെ ചേർന്നിട്ട്. ഓക്കെ, ഇനി അതേപോലെ നമുക്ക് വേറൊരു എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്. ഇവർ നമ്മുടെ സോയിൽ ഇറോഷനൊക്കെ പ്രിവെന്റ് ചെയ്യും. അതായത് ഇവർ പടർന്ന് വളരുകയാണല്ലോ ചെയ്യുക. അപ്പം മണ്ണിനോട് പറ്റി പടർന്ന് വളരുന്ന സമയത്ത് അവിടെ മണ്ണൊലിപ്പ് കാര്യമൊക്കെ തടയുകയും ചെയ്യും. അതാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഇവർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ലിയോവേർഡ്സ് ആൻഡ് മോസസ്. ഓക്കെ ആണോ? സോ നമ്മൾ ഇനി നോക്കുന്നത് ലിയോവേർഡ്സിന് വേറൊരു പേര് കൊണ്ട് ഹെപ്പാറ്റിക്കോപ്സിഡ. ഓക്കെ, ഹെപ്പാറ്റിക്കോപ്സിഡ അല്ലെങ്കിൽ ലിയോവേർഡ്സ്. ഓക്കെ, സോ ലിയോവേർഡ്സ് എവിടെ കാണുന്നത്? നമുക്ക് ബ്രയോഫൈറ്റ്സിന്റെ ജനറൽ ക്യാരക്ടേഴ്സ് എവിടെ എഴുതി വെക്കുക? ലിയോവേർഡ്സിന് എഴുതാം, മോസസിന് എഴുതാം. സോ ആക്ച്വലി ബ്രയോഫൈറ്റ്സ് എവിടെ കാണുന്നത്? അതേ സ്ഥലത്ത് തന്നെയാണ് ലിയോവേർഡ്സ് വരുന്നത്. കാരണം എന്താ? ബ്രയോഫൈറ്റിന്റെ രണ്ട് ഡിവിഷൻ ആണ് ആര്? ലിയോവേർഡ്സും അതേപോലെ തന്നെ മോസസും. ഓക്കെ, സോ ലിയോവേർഡ്സ് ഗ്രോയിൻ എവിടെയാ? യൂഷ്വലി മോയിസ്റ്റ് ഷെയ്ഡി ഹാബിറ്റാറ്റ്സ്. അതായത് നനവുള്ള, തണുത്ത, ഈർപ്പമുള്ള, അധികം വെളിച്ചം കിട്ടാത്ത സ്ഥലത്താണ് നമ്മുടെ ലിയോവേർഡ്സ് വളരുന്നുണ്ടാവുക. അത് ഏതൊക്കെ സ്ഥലങ്ങളാണ്? ബാങ്ക്സ് ഓഫ് സ്ട്രീം, മാഷി ഗ്രൗണ്ട്, ഡാം സോയിൽ, പാർക്സ് ഓഫ് ട്രീ, ഡീപ്പ് ഇൻ വുഡ്സ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ലിയോവേർഡ്സിന്റെ പ്ലാന്റ് ബോഡി നോക്കുകയാണെങ്കിൽ എന്താ? അത് താലോയിഡ്. താലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രൂ സ്റ്റെം ഇല്ല, ട്രൂ ലീഫ് ഇല്ല, ട്രൂ റൂട്ട് ഇല്ല. ഒക്കെ എന്താണ്? റൂട്ട് ലൈക്ക്, സ്റ്റെം ലൈക്ക്, ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. ഓക്കെ, ഇതിന് എക്സാമ്പിൾ ആണ് മെർക്കാൻഷ്യ. ഓക്കെ, അതേപോലെ ഇവരെ താലസ് നോക്കുകയാണെങ്കിൽ ഡോർസി വെൻട്രൽ. അതായത് ഡോർസി വെൻട്രൽ എന്ന് പറഞ്ഞാൽ ഒരു മുകൾ ഭാഗമുണ്ട്, ഒരു താഴ്ഭാഗമുണ്ട്. ഈ അപ്പർ പാർട്ടാണ് ഫോട്ടോസിന്തസിന് ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ ലോവർ പാർട്ടാണ് ഫുഡ് സ്റ്റോർ ചെയ്യാനും കാര്യങ്ങളൊക്കെ. അതേപോലെ ഇവർ സബ്സ്ട്രാറ്റത്തിനോട് വളരെ ക്ലോസ്ലി അറ്റാച്ച്ഡ് ആണ്. ഈ നമ്മുടെ സബ്സ്ട്രാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോയിൽ ഉണ്ടല്ലോ, ഈ സോയിലിനോട് അറ്റാച്ച് ചെയ്യുന്ന ഒരു പാർട്ടാണ് സബ്സ്ട്രാറ്റ്. ഓക്കെ, നമ്മുടെ സോയിലിനോട് അറ്റാച്ച് ചെയ്യുന്ന പാർട്ട് ഏതാ? റൈസോയിഡ്. റൈസോയിഡ് ഇവിടെ യൂണിസെല്ലുലാർ. റൈസോയിഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ലൈക്ക് സ്ട്രക്ചർ. ഓക്കെ, സോ വെരി ക്ലോസ്ലി സബ്സ്ട്രാറ്റ് എന്നുള്ള സോയിലിനോട് അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, സോ ഇവരെ ലീഫി മെമ്പേഴ്സ് ഹാവ് ടൈനി ലീഫ് ലൈക്ക് അപ്പൻഡേജസ് ഇൻ 2 rows ഓൺ ദി സ്റ്റെം ലൈക്ക് സ്ട്രക്ചർ. അതായത് ഇവിടെ സ്റ്റെം ഇതാണെങ്കിൽ ഇതിന്റെ പുറത്ത് ഇങ്ങനെ അപ്പൻഡേജസ് പോലെ ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതേപോലെ തന്നെ ഇത് നമ്മളെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു ഫ്രാഗ്മെന്റേഷൻ വഴിയുണ്ട്, അതേപോലെ തന്നെ ഇവർക്ക് ജെമ്മെ വഴിയുണ്ട്. ഈ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ഫ്രാഗ്മെന്റ്സിനും പുതിയ പുതിയ ഓർഗാനിസം ഡെവലപ്പ് ചെയ്യും. അതായത് ഈ താലി മുറിഞ്ഞിട്ടാണ് പുതിയ പുതിയ ഓർഗാനിസം ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി ജെമ്മ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു സ്പെഷ്യലൈസ്ഡ് ബോഡിയാണ്. ഇത് നമ്മുടെ ഒരു ജെമ്മ കപ്പാണ് വിചാരിച്ചു. അപ്പം ഈ ജെമ്മ കപ്പിനകത്ത് ഇങ്ങനെ ഒരുപാട് ജെമ്മ ഉണ്ടാവും. ഈ ജെമ്മ പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്താവും? ജെർമിനേറ്റ് ചെയ്യും. ഓക്കെ, സോ ഇത് ജെർമിനേറ്റ് ചെയ്തിട്ട് പുതിയ ഓർഗാനിസം ഡെവലപ്പ് ആവുന്നുണ്ടാവും. സോ ഇതാണ് നമ്മുടെ ജെമ്മ. അതിലൊരു ജെമ്മ കപ്പ് കാര്യങ്ങളൊക്കെ. അതിൽ ഈ ജെമ്മ ഉണ്ടാവും. ഈ ജെമ്മ പുറത്ത് വന്ന് ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഓർഗാനിസം ഡെവലപ്പ് ആവുന്നത്. ഓക്കെ, സോ അങ്ങനെയാണ് ഇവരിൽ എന്ത് നടക്കുന്നത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെന്റേഷൻ വഴിയുണ്ട്, അതേപോലെ തന്നെ ജെമ്മ വഴിയുണ്ട്. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ഫ്രാഗ്മെന്റിനും പുതിയ പുതിയ ഓർഗാനിസം ഡെവലപ്പ് ചെയ്യുക. ഇവരെ താലയാണ് ഫ്രാഗ്മെന്റ് ആയിട്ടും പറഞ്ഞിട്ട് അതിന് പുതിയ ഓർഗാനിസം ഉണ്ടാകുന്നത്. അതേപോലെ വേറൊരു മെത്തഡാണ് ജെമ്മ. അപ്പോൾ ജെമ്മ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഗ്രീൻ മൾട്ടി സെല്ലുലാർ സെക്ഷൽ ബഡ് ആണ്. അത് എവിടെയാണ് ഉണ്ടാവുക? നമ്മുടെ ജെമ്മ കപ്പിനുള്ളിലാണ് ഉണ്ടാവുക, ഈ നമ്മുടെ പ്ലാന്റ് ബോഡിനുള്ളിൽ തന്നെ. ഓക്കെ, സോ ഈ ജെമ്മ ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പാരന്റ് ബോഡിനെ ഡിറ്റാച്ച് ചെയ്തിട്ട് പുതിയ ഓർഗാനിസം ഉണ്ടാവും, അല്ലെങ്കിൽ പുതിയ ഇൻഡിവിജ്വൽസ് ഉണ്ടാവും. സോ ഇതാണ് പാരന്റ് ബോഡി. ഈ പാരന്റ് ബോഡിയിൽ ജെമ്മ പുറത്തേക്ക് വരുന്നു, ജെർമിനേറ്റ് ചെയ്യുന്നു, പുതിയ ഓർഗാനിസം ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ ഫീമെയിൽ അതേപോലെ തന്നെ മെയിൽ സെക്സ് ഓർഗനും ഒന്നെങ്കിൽ സെയിം താലൈൻ്റെ മുകളിലായിരിക്കും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് താലൈൻ്റെ മുകളിലായിരിക്കും. അതായത് ഫീമെയിൽ സെക്സ് ഓർഗനും മെയിൽ സെക്സ് ഓർഗനും
ഒന്നെങ്കിൽ ഒറ്റ പ്ലാന്റിന്റെ മുകളിലായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്ലാന്റിന്റെ മുകളിലായിരിക്കും ഉണ്ടാവുക. ഇവരെ സ്പോറോഫൈറ്റ് നോക്കുകയാണെങ്കിൽ അവരെന്താ ഫൂട്ട്, സീറ്റ, ക്യാപ്സുൽ എന്നിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഫൂട്ട്, സീറ്റ, ക്യാപ്സുൽ എന്നിട്ട് സ്പോറോഫൈറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ക്യാപ്സ്യൂളാണ് എന്ത് നടക്കുക, മിയോസിസ് അതായത് റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് സ്പോർ ഫോം ചെയ്യാം. ഓക്കെ, ക്യാപ്സ്യൂളിനകത്താണ് മിയോസിസ് നടക്കുക, അതായത് റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് എന്ത് ഫോം ചെയ്യും, സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഈ സ്പോർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ ഗാമറ്റോഫൈറ്റ്സ് ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഇവരെ ലൈഫ് സൈക്കിൾ ഒന്ന് നോക്കിയാലോ. സോ ലിയോ വേർഡ്സിന്റെ ലൈഫ് സൈക്കിൾ നോക്കാം. മെയിൽ ഗാമേറ്റ് ഹാപ്ലോയിഡ് ആണ്. ഓക്കെ, ഈ മെയിൽ ഗാമേറ്റും അതേപോലെ തന്നെ ഫീമെയിൽ ഗാമേറ്റ് അതും എന്താ ഹാപ്ലോയിഡ് ആണ്. ഈ മെയിൽ ഗാമേറ്റ് എന്താ പ്രൊഡ്യൂസ് ചെയ്യുക, ആന്ത്രീഡിയം. ഓക്കെ, അതേപോലെ നമ്മുടെ ഫീമെയിൽ ഗാമേറ്റിന് ആർക്കിഗോണിയം. ഇതും എന്താ ഹാപ്ലോയിഡ് ആണ്. ആന്ത്രീഡിയം. ഈ ആന്ത്രീഡിയത്തിന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത്, ആന്ത്രോസോയിഡ്സ്. ആന്ത്രീഡിയത്തിന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത്, ആന്ത്രോസോയിഡ്സ്. ആർക്കിഗോണിയത്തിന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താ, എഗ്. ആർക്കിഗോണിയത്തിന് എഗ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതൊക്കെ എന്താ ഹാപ്ലോയിഡ് ആണ്. ഇനി ഈ എഗ്ഗും ഈ ആന്ത്രോസും കൊണ്ട് ഫ്യൂസ് ചെയ്യുന്നു. ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് എന്ത് ഫോം ചെയ്യുന്നു, സൈഗോട്ട് എന്താ ഡിപ്ലോയിഡ് ആണ്. ഓക്കെ, ഈ സൈഗോട്ടിൽ നിന്ന് എന്ത് ഡെവലപ്പ് ചെയ്യുന്നു, നമ്മുടെ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, ഈ എംബ്രിയോന്റെ അകത്തുനിന്ന് എന്താ പോകുന്നത്, സ്പോറോഫൈറ്റ്. എംബ്രിയോന്റെ അകത്തുനിന്ന് സ്പോറോഫൈറ്റ്. എംബ്രിയോന്റെ അകത്ത് 3 ആൾക്കാരുണ്ട്. ആരൊക്കെയാണുള്ളത്, ഫൂട്ട്, സീറ്റ, പിന്നെ ആരാളുള്ളത്, ക്യാപ്സ്യൂൾ. ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂൾ. അങ്ങനെ ഈ ക്യാപ്സ്യൂളിനകത്ത് റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്, വീണ്ടും മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും ഫോം ചെയ്യുന്നത്. ഓക്കെ ആണോ, റെഡി ആണോ? ഈ ക്യാപ്സ്യൂളിനകത്ത് എന്താ ഫോം ചെയ്യുന്നത്, സ്പോറാ ഫോം ചെയ്യുന്നത്. ഓക്കെ, ക്യാപ്സ്യൂളിനകത്ത് സ്പോർ ഫോം ചെയ്യുന്നുണ്ട്. ക്യാപ്സ്യൂളിനകത്ത് സ്പോർ ഫോം ചെയ്ത് ആ സ്പോറിനകത്തുനിന്നാണ് മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും വരുന്നത്. ഓക്കെ, സോ മെയിൽ ഗാമേറ്റ്, ഫീമെയിൽ ഗാമേറ്റ്, മെയിൽ ഗാമേറ്റിന് ആന്ത്രീഡിയം, ഫീമെയിൽ ഗാമേറ്റിന് ആർക്കിഗോണിയം, ആന്ത്രീഡിയത്തിന് ആന്ത്രോസോയിഡ്സ്, ആർക്കിഗോണിയത്തിന് എഗ്ഗും ആന്ത്രോസോയിഡും ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് എന്ത് ഫോം ചെയ്യുന്നു, സൈഗോട്ട് ഫോം ചെയ്യുന്നു. സൈഗോട്ടിൽ നിന്ന് എംബ്രിയോ ഫോം ചെയ്യുന്നു. ആ എംബ്രിയോ സ്പോറോഫൈറ്റ് ഫോം ചെയ്യുന്നു. സ്പോറോഫൈറ്റിൽ 3 ആൾക്കാരുണ്ട്, ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂൾ. ആ ക്യാപ്സ്യൂളാണ് എന്തുണ്ടാവുക, സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുക. ആ സ്പോറിൻ്റെ അകത്തുനിന്ന് മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും ജെർമിനേറ്റ് ചെയ്ത് പുതിയ പ്ലാന്റ് ബോഡി ഉണ്ടാവും. ഓക്കെ ആണോ? ഇതാണ് ലിയോ വേർഡ്സിന്റെ സൈക്കിൾ. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് മോസസിലേക്ക് പോവാം. ഓക്കെ, മോസസും എന്താണ് വളരെ എളുപ്പമുള്ള ലൈഫ് സൈക്കിളാണ്. ഇതേ സാധനം ഈ ഒരു ലൈഫ് സൈക്കിൾ പഠിച്ചാൽ എല്ലാ ലൈഫ് സൈക്കിളും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇത് നന്നായിട്ട് വരച്ച് പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് മോസസ് നോക്കിയാലോ. അപ്പോൾ മോസസ് എന്താ, നമ്മുടെ ബ്രയോഫൈറ്റിന്റെ വേറെ ക്ലാസിഫിക്കേഷൻ. ലിയോ വേർഡ്സിനേക്കാളും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ് ആര്, മോസസ്. ഓക്കെ, മോസസിന് വേറൊരു പേരുണ്ട്, അതെന്താ അറിയോ, പ്രയോപ്സിഡ. ഓക്കെ, ഈ നമ്മുടെ ലിയോ വേർഡ്സിനേക്കാളും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ് ആര്, നമ്മുടെ മോസസ് അല്ലെങ്കിൽ പ്രയോപ്സിഡ. ഓക്കെ, സോ ഇവരുടെ മെയിൻ പ്ലാന്റ് ബോഡി ഏതാ, ഗാമറ്റോഫൈറ്റ് ആണ്. അതിന് 2 സ്റ്റേജ് ഉണ്ട്. നമ്മുടെ ലിയോ വേർഡ്സിനും ഏതാ മെയിൻ പ്ലാന്റ് ബോഡി, ഗാമറ്റോഫൈറ്റ് ആണ്. മോസസിനും ഗാമറ്റോഫൈറ്റ് ആണ്. പ്രയോഫൈറ്റ് എന്താ, ഗാമറ്റോഫൈറ്റ് ആണ് പ്രിഡോമിനന്റ് ബോഡി. ഓക്കെ, അല്ലെങ്കിൽ മെയിൻ പ്ലാന്റ് ബോഡി എന്താ, ഗാമറ്റോഫൈറ്റ് ആണ്. അപ്പം നമ്മുടെ പ്രയോഫൈറ്റിൽ മോസസിന്റെ അകത്ത് ഈ പ്ലാന്റ് ബോഡിക്ക് 2 സ്റ്റേജ്, അതായത് ഗാമറ്റോഫൈറ്റിന് 2 സ്റ്റേജ് വരുന്നുണ്ട്. അതായത് ഒന്നാമത്തെ സ്റ്റേജ് പ്രോട്ടോനിമ സ്റ്റേജ്, രണ്ടാമത്തെ സ്റ്റേജ് എന്താ, ലീഫി സ്റ്റേജ് ആണ്. ഓക്കെ, സോ ഈ പ്രോട്ടോനിമ സ്റ്റേജ് എന്താ, ഇങ്ങനെയായിരിക്കും പ്രോട്ടോനിമ ഉണ്ടാവുക. ക്രീപ്പിംഗ് ഗ്രീൻ ബ്രാഞ്ചിൽ ഒരു സ്ട്രക്ചർ, ഒരു ത്രെഡ് ലൈക്ക്, ഒരു ഫിലമെന്റസ് ലൈക്ക് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ഈ പ്രോട്ടോനിമ സ്റ്റേജ് എന്താ, അത് ഡെവലപ്പ് ഡയറക്ട്ലി, അത് സ്പോറിന് ഡയറക്റ്റ്ലി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാവുക, ക്രീപ്പിംഗ് ഗ്രീൻ ബ്രാഞ്ച്ഡ് ആൻഡ് ഫ്രീക്വന്റ്ലി ഫിലമെന്റ്സ്, അതായത്
നമ്മുടെ പരന്ന് ഗ്രീൻ കളറിൽ ബ്രാഞ്ചഡ് ആയിട്ട് ത്രെഡ് പോലെയായിരിക്കും അവർ കാണപ്പെടുന്നുണ്ടാവുക. അതേപോലെ ആ സെക്കൻഡ് സ്റ്റേജ് ആണ് എന്ത്, ലീഫി സ്റ്റേജ്. അത് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും സെക്കൻഡറി പ്രോട്ടോണിമ. ഇറ്റ്സ് എ ലാറ്ററൽ ബഡ്. അപ്പം ഇതാണ് നമ്മുടെ ഒരു പ്രൈമറി പ്രോട്ടോണിമ. ഈ പ്രൈമറി പ്രോട്ടോണിമിന്ന് ലാറ്ററൽ സൈഡിലേക്ക് എന്ത് ഡെവലപ്പ് ചെയ്യും, നമ്മുടെ ഒരു ലാറ്ററൽ ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്യും. അതിന്റെ മുകളിൽ നിന്നാണ് ആരുണ്ടാവുക, നമ്മുടെ ലീഫി സ്റ്റേജ് ഉണ്ടാവുക. ഓക്കെ, സോ സെക്കൻഡ് സ്റ്റേജ് ലീഫി സ്റ്റേജ് വിച്ച് ഡെവലപ്പ് ഫ്രം ദി സെക്കൻഡറി പ്രോട്ടോണിമ ആസ് ലാറ്ററൽ ബഡ്. അങ്ങനെ ദേ കൺസിസ്റ്റ് ഓഫ് അപ്രൈറ്റ് സ്ലെൻഡർ ആക്സിസ് ബിയറിംഗ് സ്പൈറലി അറേഞ്ച്ഡ് ലീഫ്. അപ്പം ഇവരെന്താണ്, അപ്രൈറ്റ് സ്ലെൻഡർ ആക്സിസ് ആണ്, സ്പൈറലി അറേഞ്ച് ചെയ്ത ലീഫും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവുന്നുണ്ടോ. ഓക്കെ, ദർ അറ്റാച്ച് ദിസ് സോയിൽ ത്രൂ മൾട്ടി സെല്ലുലാർ ബ്രാഞ്ച് റൈസോയിഡ്സ്. ലിയോ വേർഡ്സിൽ യൂണിസെല്ലുലാർ ആയിട്ടുള്ള റൈസോയിഡ്സ് ആയിരുന്നു. ലിയോ വേർഡ്സിൽ യൂണിസെല്ലുലാർ റൈസോയിഡ്സ് ആണ്, മോസസിൽ മൾട്ടി സെല്ലുലാർ റൈസോയിഡ്സ് ആണ്. അതേപോലെ തന്നെ ദി സ്റ്റേജ് ബിയർ സെക്സ് ഓർഗൻ. ഓക്കെ, ഈ സ്റ്റേജിൽ എന്തുണ്ടാവും, സെക്സ് ഓർഗൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ മോസസിൽ ഫ്രാഗ്മെന്റേഷൻ വഴിയുണ്ട്, അതേപോലെ ബഡ്ഡിങ് വഴിയുണ്ട്. ഇത് രണ്ടും സെക്കൻഡറി പ്രോട്ടോനിയൽ വെച്ച് നടക്കാം. സെക്കൻഡറി പ്രോട്ടോനിയൽ കഴിഞ്ഞാൽ എന്ത് നടക്കത്തില്ല, ഈ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കത്തില്ല. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ഫ്രാഗ്മെന്റിൽ നിന്ന് പുതിയ പുതിയ ഓർഗാനിസ് ഉണ്ടാവാം. ബഡ്ഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റ് ബോഡിയിൽ നിന്ന് വേറൊരു ചെറിയ പ്ലാന്റ് ബോഡി ഡെവലപ്പ് ചെയ്തിട്ട് അതിൽ നിന്ന് ആ പ്ലാന്റ് ബോഡി ഡിറ്റാച്ച് ചെയ്തിട്ട് പുതിയ ഓർഗാനിസ് ഉണ്ടാവും. ഓക്കെ, ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ സെക്സ് ഓർഗൻസ് കാര്യം ഉണ്ടാവും. ആന്ത്രീഡിയ, ആർക്കിഗോണിയ. ആന്ത്രീഡിയ ഏതാ, മെയിലിന്റെ, ആർക്കിഗോണിയ ഫീമെയിലിന്റെ. അവരെവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ലീഫിന്റെ എപ്പെക്സ്, ഏറ്റവും മുകൾ ഭാഗത്ത്, ലീഫിന്റെ മുകൾ ഭാഗത്താണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ നടന്നാൽ എന്ത് ഡെവലപ്പ് ചെയ്യും, ഒരു സ്പോറോഫൈറ്റ് ലീവും. ആ സ്പോറോഫൈറ്റിന് ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂളിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്യാപ്സ്യൂൾ വെച്ചിട്ടായിരിക്കും പിന്നെ ഫെർദർ പ്രോസസ് നടക്കുന്നുണ്ടാവും. ഓക്കെ, അതേപോലെ ഈ ക്യാപ്സ്യൂൾ വെച്ചിട്ടാണ് എന്ത് എങ്ങോട്ട് പോകുന്നത്, നമ്മുടെ പ്രൈമറി പ്രോട്ടോണിമ, സെക്കൻഡറി പ്രോട്ടോണിമ, പിന്നെ മെയിൽ ഗാമറ്റ്, ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. ഓക്കെ, സോ ഇവരെ സ്പോറോഫൈറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലിവർ വേർഡ്സിനേക്കാളും കുറച്ചും കൂടെ ഡെവലപ്ഡ് ആണ്. ഓക്കെ, സ്പോറോഫൈറ്റ് ഇൻ മിയോസിസ് ഇസ് മോർ ഇലാബറേറ്റ് ദാൻ ദാറ്റ് ഇൻ ലിവർ വേർഡ്സ്. അതായത് നമ്മുടെ ലിവർ വേർഡ്സിനേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയ സ്പോറോഫൈറ്റ് ആണ് എവിടെ കാണാനുള്ളത്, മോസസിൽ കാണാൻ പറ്റും. അതേപോലെ കുറച്ചും കൂടെ വിസിബിൾ ആണ് നമുക്ക്. ഓക്കെ, സോ ഇത് മോസസിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇത് കുറച്ചും കൂടെ നമുക്ക് എന്തും കൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, കുറച്ചും കൂടെ ഇലാബറേറ്റ് ആയിട്ട് ഫുട്ട്, സീറ്റ, ക്യാപ്സ്യൂള്, ലീഫ് കാര്യമൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. സോ നമ്മൾ ലിവർ വേർഡ്സിനേക്കാളും കുറച്ചും കൂടെ ഡെവലപ്ഡ് ആണ് ആരിലെ, സ്പോറോഫൈറ്റ്, മോസസിലെ സ്പോറോഫൈറ്റ്. The capsule contains spores. Spores are formed after meiosis. Meiosis നടന്നതിന് ശേഷമാണ് സ്പോറോഫൈറ്റിൽ മിയോസിസ്, അതായത് റിഡക്ഷൻ ഡിവിഷൻ നടന്നതിന് ശേഷമാണ് സ്പോർ ഫോം ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, the mosses have an elaborate mechanism of spore dispersal. ഓക്കെ, കുറച്ചും കൂടെ അടിപൊളി മെക്കാനിസം, ലിവർ വേർഡ്സിനേക്കാളും കുറച്ചും കൂടെ അടിപൊളി മെക്കാനിസം കാര്യമൊക്കെ അവിടെ നടക്കുന്നുണ്ട് അല്ലേ. ഇത് കോമൺ എക്സാമ്പിൾസ് ആരാ, ഫിനേറിയ, പോളിട്രൈക്കും, സ്വാഗ്നം. ഓക്കെ, നമുക്ക് ഇവരുടെ ലൈഫ് സൈക്കിൾ ഒന്ന് നോക്കിയാലോ. ഇതേപോലെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ എവിടെ ഉള്ളൂ, നമ്മുടെ മോസസിന്റെ ലൈഫ് സൈക്കിളിൽ വരുന്നുള്ളൂ. ഓക്കെ, മെയിൽ ഗാമേറ്റ്, ഫീമെയിൽ ഗാമേറ്റ്. ഇതെന്താ, ഹാപ്ലോയിഡ് ആണ്, ഇതും ഹാപ്ലോയിഡ് ആണ്. മെയിൽ ഗാമേറ്റ് എന്താ പ്രൊഡ്യൂസ് ചെയ്യുക, ആന്ത്രീഡിയം. ഫീമെയിൽ ഗാമേറ്റിന് ആർക്കിഗോണിയം. ഈ ആന്ത്രീഡിയത്തിന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആന്ത്രീഡിയത്തിന് ഓക്കെ, ആന്ത്രീഡിയത്തിന് എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആന്ത്രോസോയിഡ്സ്. ആന്ത്രോസോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആർക്കിഗോണിയത്തിന് എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എഗ്ഗും ആന്ത്രോസോയിഡും ഫ്യൂസ് ചെയ്യുന്നു, ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, എന്നിട്ട് എന്ത് ഫോം ചെയ്യുന്നു, സൈഗോട്ട്. ഈ സൈഗോട്ടിന് എംബ്രിയോ ഡെവലപ്പ് ആവുന്നു. എംബ്രിയോന്ന് സ്പോറോഫൈറ്റ് ഡെവലപ്പ് ആവും. അതിൽ ആരൊക്കെ ഉണ്ട്, ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂൾ. ഓക്കെ, ഇത്രയും സാധനം അവിടെ ഉണ്ട് നമ്മുടെ സ്പോറോഫൈറ്റിലുണ്ട് അല്ലേ. അതിൽ നിന്ന് ആ സ്പോറോഫൈറ്റ് ജെർമിനേറ്റ് ചെയ്തിട്ട് എന്ത് വരും, നമ്മുടെ ഈ ക്യാപ്സ്യൂൾ, സ്പോർ എവിടെ വരുന്നത്, ക്യാപ്സ്യൂളിനകത്തല്ലേ സ്പോർ ഉണ്ടാവുന്നത്. ആ സ്പോറിൻ്റെ അകത്ത് നിന്ന് ജെർമിനേറ്റ് ചെയ്തിട്ട് പ്രൈമറി പ്രോട്ടോനീമ എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ഉണ്ടാവും. പ്രൈമറി പ്രോട്ടോനീമ. ആ പ്രൈമറി പ്രോട്ടോനീമയിൽ വേറെ സ്റ്റേജ് ഉണ്ടാവുന്നുണ്ട്, സെക്കൻഡറി പ്രോട്ടോനീമ. ആ സെക്കൻഡറി പ്രോട്ടോനീമയിൽ വേറൊരു സ്റ്റേജ് ഉണ്ട്,
ലീഫി സ്റ്റേജ്. ലീഫി സ്റ്റേജിലാണ് മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും ഡെവലപ്പ് ആകുന്നത്. ഓക്കെ, സോ ഇവിടെ വരെ ഈ സ്പോറിന്റെ ഫോർമേഷൻ വരെ എവിടെ സിമിലർ ആണ്? നമ്മുടെ ലിയോവേർഡ്സ് ആയിട്ട് സിമിലർ ആണ്. അവിടുന്ന് പ്രൈമറി പ്രോട്ടോണീമ, സെക്കൻഡറി പ്രോട്ടോണീമ, ലീഫി സ്റ്റേജ്, ഇത് 3 അഡീഷണലി ആഡ് ചെയ്താൽ എന്തായി? മോസസിന്റെ ലൈഫ് സൈക്കിളായി. സോ മെയിൽ ഗാമേറ്റ്, ഫീമെയിൽ ഗാമേറ്റ്, അതിൽ നിന്ന് മെയിൽ ഗാമേറ്റ് ആന്ത്രീഡിയം, ഫീമെയിൽ ഗാമേറ്റ് ആർക്കിഗോണിയം, ആർക്കിഗോണിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ്, ആന്ത്രീഡിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്ത്രോസോയിഡ്സ്. ഈ ആന്ത്രോസോയിഡ്സ് എഗും കൂടെ ഫെർട്ടിലൈസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവുന്നു. സൈഗോട്ടിന് എംബ്രിയോ ഡെവലപ്പ് ആവുന്നു. എംബ്രിയോ സ്പോറോഫൈറ്റ്. സ്പോറോഫൈറ്റ് ആരൊക്കെ ഉണ്ട്? ഫ്രൂട്ട്, സീറ്റ, ക്യാപ്സുൾ. ആ ക്യാപ്സുൾ പ്രൊഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് സ്പോർ ഉണ്ടാവുന്നു. ആ സ്പോറിൻ്റെ അകത്ത് പ്രൈമറി പ്രോട്ടോണീമ, അതിന് സെക്കൻഡറി പ്രോട്ടോണീമ, ലീഫി സ്റ്റേജ്. ആ ലീഫി സ്റ്റേജിൽ നിന്ന് വീണ്ടും മെയിൽ ഗാമറ്റ്, ഫീമെയിൽ ഗാമറ്റ് ഉണ്ടായിട്ട് പുതിയ ഓർഗാനിസംസ് ഉണ്ടാവും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ എന്ത്? നമ്മുടെ ലിയോവേർഡ്സും അതേപോലെ തന്നെ മോസസും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, താങ്ക് യു. സോ നമ്മുടെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.